ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. പച്ചക്കറിയും ദോശയൊന്നും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികളും മുതിർന്നവരുമൊക്കെ ഉണ്ട്. അവർക്കിഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ് ഇത്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി സാധാരണ വീട്ടിലുള്ള പച്ചക്കറികളായ സവാള, തക്കാളി, ക്യാബേജ്, മല്ലിയില, മുളക്, ക്യാരറ്റ്, നെയ്യ്, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ 2 മുട്ട അടിച്ച് ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകൾ മാത്രം മതിയാകും ഇതിന്. ആദ്യം ദോശത്തവ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് മാവൊഴിച്ച് ദോശയ്ക്ക് വേണ്ടി പരത്തുക. ദോശയുടെ അടിഭാഗം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ചേർക്കണം. ആദ്യം 2 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. നെയ്യ് കൂടുന്തോറും ടേസ്റ്റ് കൂടും. അതിനുശേഷം കലക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട എല്ലാ സൈഡിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുട്ട ജ്യൂസി ആയിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുട്ട അധികം വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ആദ്യം സവാള, പിന്നെ തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായി ചേർക്കാം. ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക് ഇതെല്ലാം ചേർക്കാം. ഇതിനൊപ്പം നിങ്ങൾക്ക് ചീരയോ മറ്റ് ഇലവർഗ്ഗങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടിയൊക്കെ കുട്ടികൾ അധികം കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിലൂടെ കൂടുതൽ വെജിറ്റബിൾസ് അവരുടെ ഉള്ളിലേക്ക് പോകും. ഇനി ഇതിലേക്ക് ഓരോ നുള്ള് ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ഓരോ നുള്ള് വീതം നമ്മളതിനകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡർ കൂടുതൽ ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന നെയ്യും മുട്ടയും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ സ്പൂണിലോ അല്ലാതെയോ നമുക്കിതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് മൂടി വേവിക്കാം. 1 മിനിറ്റോളം ഏകദേശം ഇത് വേകണം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ മൂടി മാറ്റാം. മൂടി മാറ്റി കഴിയുമ്പോൾ ആ ദോശ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. അതിനകത്ത് നെയ്യും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നല്ല സെറ്റായിരിപ്പുണ്ടാവും. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയ ദോശ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം കാണുമ്പോൾ തന്നെ അവർക്കത് ഇഷ്ടപ്പെടും. ഇനി ഒരാളെയും കൂടി ആഡ് ചെയ്യാനുണ്ട്, മല്ലിയില. അത് ചൂടോടുകൂടി തന്നെ അതിനകത്ത് ചേർക്കണം. എങ്കിലേ അതിൻ്റെ ഫ്ലേവർ അതിനകത്ത് നിൽക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ. ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇത് റോളാക്കിയോ പീസായിട്ട് മുറിച്ചോ ഒക്കെ അവർക്ക് കൊടുക്കാം. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. കാരണം പിസ്സ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇത് ഒരു ദോശയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചുട്ട് വച്ചാൽ ഒന്നിൽ കൂടുതൽ ദോശ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ അത് കുറച്ചും കൂടി നല്ലതാണ്. എൻ്റെ മകന് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. ഇതിൻ്റെ പേര് അവനിട്ടേക്കുന്ന സ്പെഷ്യൽ ദോശ എന്നാണ്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടും. ഇതിനൊപ്പം ഒരു ജ്യൂസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.